നന്ദി. എൻ്റെ മുമ്പിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, ഡ്രീംസ് ഓൺ സ്ക്രീൻ പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ കരുതൽ എന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ചിന് എന്നെ ക്ഷണിച്ച എൻ്റെ പ്രിയ സുഹൃത്ത് ഷൈജു കേളതരോടും ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരോടും താരങ്ങളോടും മറ്റെല്ലാവരോടുമുള്ള നന്ദി ഞാൻ ആദ്യമേ അറിയിക്കുകയാണ്. ഇതിൽ പ്രവർത്തിച്ചവരും ഇതിന് മുമ്പിലിരിക്കുന്നവരെല്ലാവരും എൻ്റെ ബാല്യകാല സുഹൃത്തുക്കളും സഹപ്രവർത്തകരൊക്കെയാണ്. അവരെല്ലാവരും ചേർന്ന് ഒരുക്കുന്ന സിനിമ ഒരിക്കലും മോശം വരില്ല, വളരെ മനോഹരമായിരിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ഈ കരുതൽ എന്നുള്ള പേര് ഞാൻ കേട്ടു, അതിൻ്റെ ആശയം തന്നെയായിരിക്കും എന്ന് കരുതി. ഇപ്പോഴാണ് ഇതിൻ്റെ പ്രാധാന്യം കൂടുതലായിട്ട് മനസ്സിലാക്കിയത്. അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് കരുതലാണ് കുറഞ്ഞു വരുന്നത്. എന്നോട് പലരും പറയാറുണ്ട്, ഞങ്ങളൊക്കെ കുറച്ചുകൂടി വയസ്സായി കഴിഞ്ഞെങ്കിൽ ഞങ്ങളെ നോക്കാൻ ആരുണ്ടാവുമോ, അത് ഒരു വീട്ടിൽ തന്നെ ഒരാൾക്ക് ഒരു സുഖമില്ലാണ്ട് വന്നാൽ അവരെ നോക്കാനാണില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ആ സമയത്ത് ഒരു അവബോധം ഉണ്ടാക്കാനായിട്ട് ഈ സിനിമ ഉപകരിക്കുമെങ്കിൽ അതിന് നാടിന് ചെയ്യുന്ന ഒരു പുണ്യമായിരിക്കും. അങ്ങനെ നാടിൻ്റെ നന്മ ഈ സിനിമയോട് വളർന്നു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇനി ജീവിതഗതികളായ നല്ല കലകളും നല്ല സിനിമകളും നല്ല ഗാനങ്ങളും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. കാരണം ഒരു കാര്യം ഞാൻ പറയുന്നു, നല്ല കലകളുടെ നല്ല ഗാനങ്ങളുടെയൊക്കെ പ്രത്യേകത. ഒരു പ്രാവശ്യം ഞങ്ങൾ പോലീസ് എപ്പോഴും പോലീസിലേക്ക് എന്നെയും ചേട്ടനെയും ഞങ്ങളുടെ ശിഷ്യന്മാര് ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരു ദിവസം കൂടെ ഏതെങ്കിലും ഒരു മോഡലിൽ പ്രോഗ്രാം നോക്കി രാവിലെ ചേട്ടൻ ചോദിച്ചു, അന്നത്തെ പോലീസ് കമ്മീഷനോട് ചോദിച്ചു, എന്തിനാണ് ഞങ്ങളെ സംഗീതക്കാരെ നിങ്ങളുടെ കൂട്ടത്തിൽ വിളിച്ചിട്ട് ഒരു ദിവസം കൊണ്ട് പാടിക്കണം എന്ന് പറഞ്ഞ് നല്ല കലകളും നല്ല ജീവിതഗതിയായുള്ള കലകളും ഗാനങ്ങളും എല്ലാം കൈകാര്യം ചെയ്യുന്നവർക്ക് ഒരിക്കലും തിന്മ ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ആളുകൾ ഞങ്ങളുടെ ക്രിമിനൽ ലിസ്റ്റിൽ ഇല്ല. അപ്പൊ സത്യം പറഞ്ഞാൽ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനിയും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന വലിയൊരു മാതൃക തന്നെയാണ്. അതല്ല ഒരുപാട് വലിയ എൻ്റെ ഹൃദയത്തിൽ നിന്നും ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഈ സിനിമ ഒരിക്കൽ കൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു, വലിയൊരു ഗംഭീര വിജയമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഹരിശ്രീ അശോകൻ ഒരു കാര്യം പറഞ്ഞു, ഞങ്ങൾ ആദ്യം തബലയൊക്കെ വായിച്ചാണ് തുടങ്ങിയത്. സത്യത്തിൽ എൻ്റെ ഒരു കഥ ഞാൻ പറയാം. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്, 10ാം ക്ലാസ് പഠിക്കാൻ എറണാകുളം ബസിലിക്കയില് കൊയർ വായിക്കാൻ വേണ്ടി വിളിച്ചു, ഹാർമോണിയം വായിക്കാൻ. അപ്പൊ ഞാൻ നേരെ കുർബാന നേരെ കയറിയിട്ട് ഹാർമോണിയം വായിക്കാൻ തുടങ്ങി. പാട്ടുകാരൻ പാട്ട് തുടങ്ങിക്കൊണ്ടിങ്ങനെ ബോംബസിൽ കൊട്ടുന്നുണ്ട്, നന്നായിട്ട് കൊട്ടുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ തിരിഞ്ഞു നോക്കിയത് അശോകൻ, അദ്ദേഹം എൻ്റെ എത്ര ഉണ്ടാവും അല്ലേ. അങ്ങനെ ഞങ്ങളൊരു കൂട്ടുകാർ അന്ന് മുതലായി. അത് കഴിഞ്ഞ് കൊയറൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ച പേരെന്താ, അശോകൻ. അന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ അശോകന്റെ വീട്ടിൽ കൂടി കൊയർ കഴിഞ്ഞ് ഏകദേശം ബസ്സിലിക്കപ്പോഴും തൊട്ട് പറഞ്ഞിരിക്കുന്ന അശോകന്റെ തറവാട്. പിന്നെ ഒത്തിരി ശീലമായി എന്നെ എല്ലാ കുർബാന കഴിഞ്ഞ് ഞായറാഴ്ച കുറച്ച് നേരം അശോകന്റെ വീട്ടിൽ ചെന്ന് അശോകന്റെ ചേട്ടൻ പിന്നെ വീട്ടിലെല്ലാവരും അമ്മ എല്ലാവരോടും സംസാരിച്ച് കുറേ നേരം കഴിഞ്ഞ ആ വീട്ടിൽ പോകുന്നത്. ആ ഓർമ്മ എപ്പോഴും മനസ്സിലുണ്ട്, ആ സ്നേഹം എപ്പോഴും ഉണ്ട്. എപ്പോൾ കണ്ടാലും ഇപ്പോൾ പിന്നെ വലിയ തിരക്കായി എപ്പോഴും കാണാൻ പറ്റുന്നില്ല. ആ ചെറുപ്പത്തിലുള്ള സ്നേഹം ഇന്നുമുണ്ട്. അതുപോലെ മംഗള, അതുപോലെ ഇങ്ങോട്ട് നമ്മുടെ ഷൈജു കേരള നിങ്ങൾ എന്തൊക്കെയാണെന്ന് എല്ലാവരും പറഞ്ഞു. പക്ഷെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ എന്തെങ്കിലും ഒരു സഹായത്തിന് വേണ്ടി ഞാൻ വിളിച്ചാൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അപ്പം തന്നെ തിരിച്ചു വിളിക്കും. എനിക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്തു തരാമെന്ന് പറയാൻ അത് ചെയ്തിരിക്കും. ആ ഒരു മനസ്സ്, മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം, അതിങ്ങനെ എല്ലാവർക്കും കിട്ടില്ല. ഈ സ്വാതന്ത്ര്യം പിടിച്ചൊരു അന്തരീക്ഷവും സാഹചര്യമൊക്കെ ഉള്ള സമയത്ത് ഇങ്ങനെയുള്ള ആൾക്കാർ അവരൊരു മാതൃക തന്നെയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ സംസാരിക്കാൻ നിങ്ങൾ അവസരം തന്നതിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് സമയം വൈകിയത് കാരണം ഞാൻ അധികം നിന്നില്ല. പെട്ടെന്ന് ഇതിനെക്കുറിച്ച് പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു പ്രിപ്പറേഷനും ഇല്ലായിരിക്കും. എങ്കിലും ഇതിലെ 4 ഗാനങ്ങൾ ഭയങ്കര ഗാനങ്ങളൊന്നും അവകാശപ്പെടുന്നില്ല. എങ്കിലും കേട്ട് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാത്ത പാട്ടുകൾ ഇത് നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഗായകർ വളരെ നന്നായിട്ട് പാടി. ആ ഗാനങ്ങൾ ഈ സിനിമയ്ക്ക് എൻ്റെ വിജയത്തിന് സഹായിക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസം കൊണ്ട് അതിന് സാധിച്ചില്ല. നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. സമയം വളരെ വൈകിയിരിക്കുന്നു, അതുകൊണ്ട് എന്നെ ഒഴിവാക്കുന്ന ഞാനൊന്ന് അഭ്യർത്ഥിച്ചിരുന്നു, സമ്മതിച്ചില്ല. ഞാനൊക്കെ ചെറുപ്പത്തിൽ, ചിലപ്പോൾ നിങ്ങളും ചെറുപ്പത്തിൽ സ്കൂള് തുടങ്ങുന്നതിന് മുമ്പ് ആവർത്തിച്ച് ചൊല്ലിയിരുന്ന ഒരു പ്രതിജ്ഞയുടെ തുടക്കം ഏതാണ്ട് ഇങ്ങനെയായിരുന്നു:
ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരങ്ങളാണ്. അങ്ങനെ പരസ്പരം സഹോദരി സഹോദരന്മാർ തമ്മിലുള്ള ഒരു കരുതൽ ചെറുപ്പം മുതൽ അനുഭവിച്ച് വളർന്ന ഒരു തലമുറ ഉണ്ടായിരുന്ന ഒരു രാജ്യം ആയിരുന്നു ഇന്ത്യ. ഇപ്പോൾ ഈ സഹോദരങ്ങളിൽ പലരും ഇന്ത്യയിലില്ല, ഇന്ത്യക്ക് വെളിയിലാണ്. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ വന്നാൽ ഉഴവൂരെ ഞാൻ പലപ്പോഴും തമാശയിൽ പറയാറുണ്ടായിരുന്നു, ഉഴവൂരെ ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും ചെറുപ്പക്കാരൻ ഞാനാണ്. അപ്പൊ ഇവിടെ നിൽക്കുമ്പോൾ എന്നെങ്കിലും ചെറുപ്പക്കാരായ ലിസ്റ്റിലും ഒക്കെ ഉള്ളതുകൊണ്ട് അവരാണ് ഇപ്പോൾ ഉഴവൂരുള്ളതിൽ ഏറ്റവും ചെറുപ്പക്കാരെന്ന് പറയേണ്ടത്. അങ്ങനെ ഒരു അവസ്ഥ നിലനിൽക്കുന്നതിലാണ് ഈ കഥ ജോബി പറഞ്ഞപ്പോൾ അതൊരു സ്ക്രിപ്റ്റ് ആക്കാം എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നാട്ടിലെ ആൾക്കാരില്ല, ചെറുപ്പക്കാരില്ല, എല്ലാവരും വിദേശങ്ങളിലേക്ക് പോയിരിക്കുന്നു. എല്ലാ വീടുകളിലും മുതിർന്ന ഒരു തലമുറ മാത്രമേ ഉള്ളൂ. അവർക്ക് ആവശ്യമുള്ള കരുതൽ നൽകുവാൻ ഇവിടെ മക്കളില്ല, കൊച്ചുമക്കളില്ല, അയൽവക്കത്ത് ആരുമില്ല. അപ്പൊ അവരിൽ പലരും ഓർഫനേജുകളിലും ഓൾഡ് ഏജ് ഹോമുകളിലും പോകേണ്ടതായ ഒരു അവസ്ഥ വരുന്നു. അത് ശരിയാണോ തെറ്റാണോ എന്ന ഒരു ചിന്തയും ചർച്ചയും. അങ്ങനെയാണ് ഞങ്ങൾ ഈ കഥ വളർത്തി, ജോമിയും സ്റ്റീഫനും ഞാനിവിടെ ഈ കഥ വളർത്തി ഒരു സ്ക്രിപ്റ്റ് ആക്കിയത്. സ്ക്രിപ്റ്റ് ഏതാണ്ട് പൂർത്തിയായിരിക്കുമ്പോഴാണ് ഇതിന് ഏത് പേര് കൊടുക്കാം എന്ന് ആലോചിച്ച് ഞാനിങ്ങനെ ആലോചിച്ചിട്ടിരുന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ വേറെ ഒരു സ്ക്രിപ്റ്റിന് വേണ്ടി വെച്ചിരുന്ന ഒരു പേരാണ്, പക്ഷെ ഈ പേര് ഈ സ്ക്രിപ്റ്റിനായിരിക്കും കുറച്ചുകൂടെ ചേരുക എന്ന് പറഞ്ഞ് കരുതൽ എന്ന പേര് ഈ സ്ക്രിപ്റ്റിന് നൽകി. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു, ഷൂട്ട് ചെയ്തു, ഈ ലെവൽ വരെ എത്തിക്കാൻ സാധിച്ചു. ഒത്തിരി പേരുടെ പ്രയത്നമുണ്ട്. അപ്പൊ കരുതൽ എന്ന പേര് ഞങ്ങളുടെ മനസ്സിൽ വന്ന ആ ധന്യ മുഹൂർത്തത്തിന് ഒത്തിരി നന്ദി പറയണം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇവിടെ എല്ലാവരും ആ കരുതൽ എന്നുള്ള പേരിനെ കുറിച്ച് ആവർത്തിച്ച് പറയുകയുണ്ടായി. പിന്നെ ഷൈജുവിനെ ഞാൻ ഇപ്പോഴാണ് പരിചയപ്പെട്ടത്. ഷൈജു കാട് കയറി നടക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു, കാട്ടിൽ കിട്ടാത്ത പാട്ടുകളില്ല, കാട് മൂളാത്ത ഈണങ്ങളും ഉണ്ടാവില്ല. അപ്പൊ കാട്ടിൽ കയറി നടക്കുന്ന ഏതൊരു വ്യക്തിക്കും തീർച്ചയായും ധാരാളം പാട്ടുകൾ ഉണ്ടാവും, ധാരാളം ഈണങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലുണ്ടാവും. എനിക്കിപ്പോ കുറെ കാടുകൾ കയറി കണ്ടാൽ കൊള്ളാമെന്ന് ആഗ്രഹം തോന്നുന്നുണ്ട്. എല്ലാവരും നമ്മുടെ നാടും നമ്മുടെ ചുറ്റുമുള്ള നല്ല കാടുകളും നമ്മുടെ നാട്ടിലുള്ള നല്ല മനുഷ്യരും പരസ്പരം നല്ല രീതിയിൽ കരുതൽ ഉള്ളവരായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.